തീർച്ചയായിട്ടും കോടതി വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ വിധിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന മറ്റു ഘടകങ്ങൾ തീർച്ചയായും നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനകത്ത് അഭിപ്രായം പറയുക സാധ്യമല്ല. പക്ഷേ ഇത്തരം റോസ്റ്റർ മാറുന്നതും ഈ ബെഞ്ചിനെ തീരുമാനിക്കുന്നതുമെല്ലാം പലപ്പോഴും സംശയത്തിന് ഇട നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് വാദിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളിലൊക്കെ ഇത്തരത്തിലുള്ള സ്വാധീനം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എനിക്കുള്ളത്, ഇതിൽ ഈ എവിഡൻസിൻ്റെ ലിങ്ക് ഓഫ് ചെയിൻ ഓഫ് എവിഡൻസസ് എവിടെയൊക്കെയോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഈ വിധി വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടക്കുന്ന 1999 ഓഗസ്റ്റ് മാസം 25 തിരുവോണ ദിവസം ഈ സമയം എപ്പോഴാണ് ഈ കൃത്യം നടന്നത് എന്നതിൽ പോലും ഒരു കൃത്യതയില്ലെന്നും, അന്നത്തെ സംഭവത്തിന് ശേഷം 21 ദിവസം കഴിഞ്ഞാണ് പി ജയരാജൻ്റെ മൊഴി സർട്ടിഫൈ ചെയ്ത് ഹാജരാക്കിയതെന്നുമുള്ള ചില കാരണങ്ങൾ അടക്കമുണ്ട് അതിനകത്ത്. മാത്രമല്ല, സഹോദരിയുടെയും ഭാര്യയുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുമ്പോഴും അവരുടെ വസ്ത്രത്തിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവാകുമായിരുന്ന ഒന്നാണ്. അതൊന്നും കാണിച്ചിരുന്നില്ല. അപ്പോൾ ഈ പ്രതികളെ നേരിട്ടിവർ കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഈ സംശയമുള്ളത്. ഹാജരാക്കിയിരിക്കുന്ന 2 സാക്ഷികൾ ഏത് വാതിലിലൂടെ വന്നു, അവരെവിടെ താമസിച്ചു തുടങ്ങിയ അടിസ്ഥാനമായിട്ടുള്ള ചില എവിഡൻസസ്, ചെയിൻ ഓഫ് എവിഡൻസസ് ഇക്കാര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിധിന്യായത്തിൽ കാണുന്നത്. അതിൻ്റെ കേസ് ഫയൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. പക്ഷേ അതിലും എന്നെ വേദനിപ്പിക്കുന്ന ഒരു ഘടകം വളരെ നിർഭാഗ്യകരമായൊരു വിധിയാണ്. 99-ൽ അത്രയും വലിയൊരു ഹീനമായ ആക്രമണത്തിന് വിധേയമായ പി ജയരാജന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി അപ്പീൽ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കൂടി അതിൽ കക്ഷി ചേരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. കൺമുന്നിൽ നടന്ന ഒരു മൃഗീയമായ കൊലപാതക ശ്രമം, അതിൽ 6 പേരെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, അതിലാകെയുള്ള ഒരു പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്നത് 10 വർഷത്തിന് ശിക്ഷിച്ചിട്ട് ആ ശിക്ഷ ഇളവും ചെയ്തു കൊടുത്തു, 1 വർഷത്തെ ശിക്ഷയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്ന സംഘങ്ങൾക്കുള്ള പ്രചോദനമാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് പി ജയരാജൻ തന്നെ തൻ്റെ അനുയായികളോട് പറഞ്ഞതുപോലെ എത്തരത്തിൽ മറ്റൊരു നിയമപ്രശ്നത്തിലേക്കും ഈ വിധി പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് പി ജയരാജൻ്റെ ഒരു രാഷ്ട്രീയ സംയമനമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും പി ജയരാജന് നീതി ലഭിച്ചിട്ടില്ല എന്നതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടെന്നാണ് വിധിന്യായത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല വിധിക്ക് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. Meet the editors.